വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വാങ്ങിക്കുന്ന ബീഫ് ഡ്രൈ ഫ്രൈ നമുക്ക് കറക്റ്റായിട്ട് അതേ ടേസ്റ്റിൽ വീട്ടിലും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫിനെ നമ്മൾ വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കട്ട് ചെയ്യാതെ വാങ്ങിക്കുക. എന്നിട്ട് അതിന് 1, 2, 3 പീസാക്കിയിട്ട് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ വാങ്ങിക്കരുത്. ഇനി നമുക്കിതിനെ കുക്കറിലിട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീഫിനെ ഞാൻ ഇതിനായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ ഒരു 6-7 വിസിലാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഒരു 7 വിസിലിന് ശേഷം ആവിയൊക്കെ നന്നായിട്ട് പോയി കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീഫിനെ വെള്ളത്തിൽ നിന്നും വാർത്തെടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഇതപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കണം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇവയെല്ലാം കൂടെ ഞാൻ ചേർത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നും കൂടെ റെഡിഷ് കളറായിട്ടാണ് നമ്മുടെ ഡിഷ് കിട്ടുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർക്കണം. കോൺഫ്ലോർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പകരം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ ബീഫ് കഷ്ണങ്ങളിലേക്ക് നല്ല പോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം ബീഫ് കഷ്ണങ്ങളിലേക്ക് ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മിനിമം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ എടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വേർപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് എല്ലാ ബീഫ് കഷ്ണങ്ങളെയും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബീഫിനെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുൻപ് നമുക്കൊരല്പം കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഡ്രൈ റോസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിനെ സെർവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്